നമസ്കാരം. 2026-ൽ ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് സ്വപ്നം കാണുന്ന പിണറായി വിജയന് തിരിച്ചടിയുമായി CPM സംസ്ഥാന കമ്മിറ്റി. ജാതി സെൻസസ് വിഷയത്തിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തള്ളിയിട്ടതോടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷകൾ അറ്റുപോയത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ല താനും. ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂട്ടത്തോടെ കൂറുമാറിയിരിക്കുകയാണ്. ജാതി സെൻസസ് വിഷയത്തിലാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഉരുണ്ടു കളിച്ചത്. ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാനമല്ല, കേന്ദ്ര സർക്കാരാണ് എന്ന് വാദിക്കുന്ന സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കോടതിയിൽ സമർപ്പിച്ചു. ബീഹാർ ജാതി സെൻസസ് നടത്തുകയും നിരവധി സംസ്ഥാനങ്ങൾ അതിന് ഒരുങ്ങുകയും ചെയ്യുമ്പോൾ തന്നെയാണ് വിമുഖത പ്രകടമാക്കുന്ന നിലപാട് കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഇംഗിതത്തിന് എതിരാണ്. മന്ത്രി ഗണേഷ് കുമാർ ഡയറക്ടറായിരിക്കുന്ന NSSന്റെ നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിപ്പിടിച്ചത്. മുസ്ലിങ്ങൾ, പട്ടിക വിഭാഗക്കാർ, മറ്റ് പിന്നാക്ക സമുദായങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയിൽ ഭരണഘടനാ പ്രകാരം നൽകിയ സംവരണാവകാശം പിന്നാക്ക പട്ടികയിൽ ഇപ്പോഴും തുടരുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് നേടിയെടുക്കുന്നുവെന്ന വിഷയമാണ് സുപ്രീം കോടതി മുമ്പാകെ ഉള്ളത്. 10 വർഷം കൂടുമ്പോൾ അനർഹരെ ഒഴിവാക്കാൻ പാകത്തിൽ സംവരണ പട്ടിക പുതുക്കണം. കോടതിയിൽ നിന്ന് ഇതിന് അനുകൂല വിധിയുണ്ടായിട്ടും കേരളം നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പട്ടിക പുതുക്കാതിരിക്കുന്നത് ഇന്ദിരാ സാഹ്നി കേസിലെ ഈ നിർദ്ദേശത്തിന്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. 2011-ൽ നടത്തിയ സെൻസസിന്റെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്രം സമാഹരിച്ചതാണ് എങ്കിലും അത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു. കേന്ദ്രം ഡേറ്റ ശേഖരിക്കുന്നതിനാൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. പിന്നാക്ക വിഭാഗങ്ങളെ പുനർനിർണയിക്കാൻ പാകത്തിൽ വിശദാംശം കിട്ടുന്നതിന് 2022 നവംബർ 4-ന് കേന്ദ്രത്തെ സമീപിച്ചതാണ്. സംസ്ഥാനം പിന്നാക്ക വിഭാഗ കമ്മീഷന് 2023 മെയ് 25-ന് കേന്ദ്രം നൽകിയ കത്തിൽ പക്ഷേ ആവശ്യമായ വിവരങ്ങൾ ഒന്നും തന്നെയില്ല. അത് വെച്ച് പിന്നോക്ക വിഭാഗങ്ങളെ നിശ്ചയിക്കാനുമാവില്ല. കോടതിയലക്ഷ്യ ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല. കേന്ദ്രം കൃത്യമായ ഡേറ്റ നൽകാത്തത് കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിനെയും ബാധിച്ചുവെന്ന് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്താൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് 2020 സെപ്റ്റംബർ 8-ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും സമയം നീട്ടി നൽകിയിട്ടും ഉത്തരവ് നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് ചെയർമാൻ DK ബീരാനു വേണ്ടി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. ഇതിനുള്ള മറുപടി സത്യവാങ്മൂലമാണ് ചീഫ് സെക്രട്ടറി സമർപ്പിച്ചത്. UDF സർക്കാരിന്റെ കാലത്ത് ഇവർ സർക്കാർ അഭിഭാഷകരായിരുന്നു. കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ മനഃപൂർവമായ നടപടി ഉണ്ടായിട്ടില്ല എന്നും കോടതിയലക്ഷ്യ പുനഃപരിശോധനാ ഹർജികൾ നിൽക്കുന്നതല്ല എന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. കേസ് ഫെബ്രുവരി 6-ന് സുപ്രീം കോടതി പരിഗണിക്കും. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് കോൾഡ് സ്റ്റോറേജിൽ പൗരത്വ ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കും കേരള സർക്കാരിന്റെ പിന്തുണയുണ്ട്. മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിലും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും ആവശ്യപ്പെട്ടു. എന്നാൽ പിണറായിയോ MV ഗോവിന്ദനോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അപകടകരമായ ഈ നീക്കം ഗുരുതരമായ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തും എന്ന് ഉറപ്പാണ് എന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നു. വർഗീയ ധ്രുവീകരണമാണ് മോദി സർക്കാരും സംഘപരിവാറും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് 2 തരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള RSS അജണ്ട ഉന്നം വെക്കുന്നത് മുസ്ലിങ്ങളെയാണ്. അതിർത്തി സംസ്ഥാനങ്ങളായ അസാമിലും പശ്ചിമ ബംഗാളിലും വലിയൊരു വിഭാഗം ജനത്തിന് വോട്ടവകാശം നിഷേധിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് പൗരത്വ പ്രശ്നം കുത്തിപ്പൊക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇതുവരേക്കും രൂപീകരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത സർക്കാരാണ് ഒരാഴ്ചയ്ക്കകം CAA നടപ്പാക്കുമെന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. CAA വിഷയത്തിലും CPM സംസ്ഥാന കമ്മിറ്റി ഇസ്ലാം വിശ്വാസികൾക്കൊപ്പമല്ല. ജാതി സെൻസസ് ജാതി തിരിച്ചുള്ള ആളുകളുടെ എണ്ണമാണ്. ഓരോ ജാതി വിഭാഗങ്ങളും കൈയടക്കിയ അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാണ് അത്. ഇനി പറയുന്നതാണ് ജാതി സെൻസസ് ആഗ്രഹിക്കുന്നവരുടെ നിലപാട് കണക്കുകൾ.
ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തണമെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത്. പിന്നാക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാകും. അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതിന്റെ ആധികാരിക രേഖകൾ പുറത്തുവരും. സ്വാതന്ത്ര്യം ലഭിച്ചു 3/4 നൂറ്റാണ്ടായിട്ടും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന കാര്യം വെളിപ്പെടും. അപ്പോൾ പിന്നെ അധികാരം കൈവശം വെച്ചിരിക്കുന്നവർ ആ കണക്കിനെ ഭയപ്പെടുന്നത് സ്വാഭാവികം മാത്രം. ജാതിയാണ് ഏറ്റവും ആഴവും പരപ്പുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ അത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളെക്കുറിച്ച് കൃത്യവും കണിശവുമായ പഠനം ഇന്ത്യൻ സാമൂഹിക അവസ്ഥയെ മനസ്സിലാക്കാനും ഭരണപരമായ നടപടിക്രമങ്ങളെ കൂടുതൽ സൂക്ഷ്മതയിലും കൃത്യതയിലും പ്രയോഗിക്കാനും ഏറെ അനിവാര്യമാണ്. ജാതി സെൻസസ് എന്ന ആശയത്തിന്റെ പ്രസക്തി അവിടെയാണ് ഉയർന്നു വരുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(4), 16(4) എന്നിവ പ്രകാരം വിദ്യാഭ്യാസം, ഉദ്യോഗ മേഖലകളിൽ ദളിത്, പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രവേശനത്തിനും നിയമനത്തിനും സംവരണവും പ്രത്യേക പരിരക്ഷകളും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾക്ക് വരുമാനത്തിന്റെ കാര്യത്തിലുള്ള അന്തരം ലഘൂകരിക്കണമെന്നും പദവികളിലും അവസരങ്ങളിലുമുള്ള അസമത്വം ഇല്ലാതാക്കണമെന്നും ആർട്ടിക്കിൾ 38(2) പറയുന്നു. ഇതൊക്കെ കൃത്യമായി കണക്കാക്കാൻ നിലവിൽ ഓരോ വിഭാഗത്തിന്റെയും എണ്ണവും സാമൂഹ്യ അവസ്ഥയും അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ജനതയിൽ 75% വരുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ജാതി സെൻസസ്. ജനസംഖ്യയിലെ 3/4 പങ്ക് വരുന്ന ആളുകൾ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെയൊന്ന് നടപ്പാക്കാൻ ഒരു ഭരണകൂടവും സന്നദ്ധമായില്ല. അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയിലെ ഭരണവർഗമായ ന്യൂനപക്ഷമായ അധീശ ജാതി വിഭാഗം ജാതി സെൻസസിനെ പേടിക്കുന്നു എന്നാണ് സെൻസസ് അനുകൂലികൾ പറയുന്നത്. ആർക്കൊക്കെ ഏതൊക്കെ അളവിൽ സംവരണം കൊടുക്കണമെന്നത് തിട്ടപ്പെടുത്താൻ ജാതി സെൻസസ് അനിവാര്യമാണ് എന്ന് ഇസ്ലാം മതം ആവശ്യപ്പെടുന്നു. നിലവിൽ ലഭ്യമായ ജാതി തിരിച്ച ഡേറ്റാ വിവരങ്ങൾക്ക് 90 വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതേസമയം നിരവധി ക്ഷേമ പരിപാടികൾക്ക് ജാതികളെ അടിസ്ഥാനമായി കണക്കാക്കുന്നു. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക പരിരക്ഷകളും അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(4), 16(4) പ്രകാരം വിദ്യാഭ്യാസ, ഉദ്യോഗ മേഖലകളിൽ ദളിത്, പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രവേശനത്തിനും നിയമനത്തിനും സംവരണവും പ്രത്യേക പരിരക്ഷകളും വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട്. ഈ വിഭാഗങ്ങൾക്ക് വരുമാനത്തിന്റെ കാര്യത്തിലുള്ള അന്തരം ലഘൂകരിക്കണമെന്നും പദവികളിലും അവസരങ്ങളിലുമുള്ള അസമത്വം ഇല്ലാതാക്കണമെന്നും ആർട്ടിക്കിൾ 38 പറയുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1931 വരെ ജാതി സെൻസസ് നടന്നിട്ടുണ്ട്. ഭരണഘടനയുടെ 340 അനുച്ഛേദ പ്രകാരം ഇന്ത്യയിലെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവസ്ഥയെയും പ്രാതിനിധ്യത്തെയും പറ്റി വിലയിരുത്താൻ ജനുവരി 29, 1953 കേന്ദ്ര സർക്കാർ കാക്ക കലേൽക്കർ കമ്മീഷനെ നിയോഗിക്കുകയും 1955 മാർച്ച് 30 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലുള്ള നിഗമനങ്ങളോട് സർക്കാരിനുള്ള വിയോജിപ്പ് മൂലം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പിന്നീട് വിവിധ തലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദ ഫലമായി 1979 അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി മേൽപ്പറഞ്ഞ വിഷയത്തെ തന്നെ ആധാരമാക്കിക്കൊണ്ട് പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ BP മണ്ഡലിനെ നിയമിച്ചു. 1980 ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എങ്കിലും 1.5 പതിറ്റാണ്ടോളം അതിന്മേൽ നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല. 1990 ഇന്ത്യയിലെ രണ്ടാമത്തെ കോൺഗ്രസ് ഇതര സർക്കാരായ VP സിംഗ് സർക്കാർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്ന പുതിയ വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി. 3 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞ് ദളിത്, ആദിവാസി സംവരണങ്ങൾക്കൊപ്പം തന്നെ ഇന്ന് OBC സംവരണവും ഭരണഘടനാപരമായി സാധുതയുള്ള ഒരു സംവരണ വിഭാഗമാണ്. ബീഹാറിൽ ജാതി സെൻസസ് സംബന്ധിച്ച ചർച്ചകൾ സജീവമാകും മുൻപ് തന്നെ കേരളത്തിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട നിയമ ചർച്ചകൾ കോടതിയുടെ മുൻപാകെ എത്തിയിട്ടുണ്ട്. ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം 10 വർഷം കൂടുമ്പോൾ പിന്നാക്ക വിഭാഗങ്ങളുടെ ലിസ്റ്റ് പുനഃപരിശോധിക്കണം. അതിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ തക്കതായ പ്രാതിനിധ്യം ലഭിച്ചുവെന്ന് വിശകലനം നടത്തി സംവരണ തോത് പുതുക്കി നിശ്ചയിക്കണം. ഈ പരാമർശം ഉയർത്തിക്കാട്ടി സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഓരോ സമുദായങ്ങളുടെയും പ്രാതിനിധ്യവും അതിനനുസരിച്ചുള്ള സംവരണ തോതും കണക്കാക്കാൻ സമുദായങ്ങളുടെ ജാതി തിരിച്ച കണക്ക് ലഭ്യമല്ല എന്നായിരുന്നു കേരള സർക്കാർ കോടതിയിൽ പറഞ്ഞത്.
മാത്രമല്ല 2011 കേന്ദ്ര സർക്കാർ നടത്തിയ സോഷ്യോ ഇക്കണോമിക് ആൻഡ് ക്ലാസ് സെൻസസ് റിപ്പോർട്ട് പുറത്തുവിടാത്തതിനാൽ സംവരണ തോത് പുതുക്കി നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ള ന്യായവും കേരള സർക്കാർ നിരത്തുകയുണ്ടായി. ഇതെല്ലാം CPM നിർദ്ദേശാനുസരണമാണ് എന്നാണ് ആരോപണം. അതിനിടയിൽ ആലപ്പുഴയിൽ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചതോടെ പോലീസും BJPയും ഒത്തുകളിച്ചതായി മുസ്ലിം സംഘടനകൾ സംശയിച്ചു. കോടതി വിധിച്ച പിഴത്തുക രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നൽകണം. സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ കൺഫർമേഷന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് അയക്കും. പ്രതികൾ നിരോധിത സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPI സംഘടനയിലെ പ്രവർത്തകരാണ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി ശരിവെച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി മുന്നൊരുക്കത്തോടെ ലിസ്റ്റ് തയ്യാറാക്കി വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ എല്ലാ പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് കോടതി ഇതിനെ നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 15 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചത്.